ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് ഫ്രൈഡ് റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് ആവശ്യമായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻറ്റ്സ് വേണമെന്നും നോക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലാണ് നമ്മൾ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ 1/2 കിലോ ബീഫിലേക്കാണ് ഇന്ന് ചെയ്യുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല, എന്നാലും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എത്രയാ വിസിലാണോ സാധാരണ നമ്മൾ ബീഫിന് അടുപ്പിക്കുന്നത് അത്രയും വിസിലടിച്ച് ഞാൻ ഇവിടെ ബീഫിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു 6 വിസിൽ അടിച്ചിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വെള്ളവും നമ്മുടെ ബീഫിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു വലിയ സവാള ഇതുപോലെ നേരിയതായിട്ട് കഷ്ണിച്ചതാണ്, കുറച്ച് തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിനുശേഷം നമ്മൾ ഒരു ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലാണ് നമ്മുടെ ബീഫ് ഫ്രൈ ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് സവാളയും പച്ചമുളക് ഇട്ടിട്ടില്ല, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഒന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നോളും. അങ്ങനെ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫിനെ ആ ചാറേപ്പാടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് നമ്മുടെ വെള്ളമെല്ലാം വറ്റിച്ച് നല്ല ഫ്രൈ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വെന്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. വെള്ളമൊക്കെ ഒന്ന് വറ്റിയതായി, ഇപ്പോൾ ഏകദേശം കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 10-15 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ജസ്റ്റ് നന്നായിട്ട് കളറൊക്കെ മാറി മൂത്ത് വരുന്നവരെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്നായി വന്നിട്ടുണ്ട്. ഇനിയും നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് മൂത്ത് വരാനുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ബീഫ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടി വിതറിയിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സവാളയൊക്കെ മേലെ അരിഞ്ഞിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് ഫ്രൈ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബീഫ് ഫ്രൈയുടെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഇച്ചിരി മാറ്റിയിട്ടൊക്കെ നമുക്ക് ചെയ്ത് പിള്ളേർക്കൊക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.